ഈ വർഷം വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷൻ നടക്കാനിരിക്കെ അദാനി പോർട്സിന്റെ മുന്ദ്ര തുറമുഖവും ചർച്ചയിലേക്ക് വരുന്നുണ്ട്. എന്നാൽ മുന്ദ്ര തുറമുഖത്തേക്കാൾ വ്യത്യസ്തമാണ് വിഴിഞ്ഞം. മുന്ദ്ര തുറമുഖത്തിന്റെ അത്ര ഭൂവിസ്തൃതിയില്ലെങ്കിലും മദർഷിപ്പുകൾ എത്തുമെന്നതാണ് വിഴിഞ്ഞത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വിഴിഞ്ഞം കേരളത്തിന്റെ വികസനത്തിന് നാഴികക്കല്ലാകുന്ന പദ്ധതി. ക്രെയിനുകളുമായി 4 ചരക്ക് കപ്പലുകൾ വിഴിഞ്ഞത്ത് വന്നുപോയി കഴിഞ്ഞു. മെയ്യിൽ നിർമ്മാണം പൂർത്തിയാകും. ഡിസംബറിൽ പദ്ധതി കമ്മീഷൻ ചെയ്യും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ ചുമതലയുള്ള അദാനി പോർട്സിന് ഇന്ത്യയിൽ മറ്റൊരു വലിയ പോർട്ട് കൂടിയുണ്ട്, മുന്ദ്ര. വിഴിഞ്ഞം വരുമ്പോൾ സ്വാഭാവികമായും മുന്ദ്രയും ചർച്ചകളിലേക്ക് വന്നിട്ടുണ്ട്. എന്താണ് മുന്ദ്രയും വിഴിഞ്ഞവും തമ്മിലുള്ള വ്യത്യാസം? നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖമായ മുന്ദ്ര തുറമുഖത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. 4000-ഓളം കപ്പലുകളാണ് പ്രതിവർഷം ഈ തുറമുഖത്തെത്തുന്നത്. 1998 പ്രവർത്തിച്ചു തുടങ്ങിയ മുന്ദ്ര ഓരോ വർഷവും വികസിക്കുന്നുണ്ട്. 28 ബർത്തുകളും 4 ടെർമിനലുകളും പിന്നെ ഉൾക്കടലിൽ നിന്ന് ഇന്ധനം എത്തിക്കാനുള്ള മറ്റൊരു ടെർമിനലും മുന്ദ്രയിലുണ്ട്. 15,000 ഹെക്ടർ സ്ഥലത്താണ് ഈ പ്രദേശം കിടക്കുന്നത്. അതിൽ 8,000 ഹെക്ടറും തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾക്കാണ്. കപ്പലുകളിൽ എത്തിക്കുന്ന ചരക്ക് റോഡ്, റെയിൽ മാർഗം വഴി ഇന്ത്യയിലെ വിവിധ ഇടങ്ങളിൽ എത്തിക്കുന്നു. കസ്റ്റംസ് നികുതിയായി വർഷം സർക്കാരിന് കിട്ടുന്നത് 32,000 കോടി രൂപ. പ്രവർത്തനത്തിലും മുന്ദ്ര തുറമുഖവും വിഴിഞ്ഞം തുറമുഖവും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് കടലിലെ സ്വാഭാവിക ആഴമാണ്. മുന്ദ്രയിലെ ആഴം 16 മീറ്ററെങ്കിൽ വിഴിഞ്ഞത്തത് 23 മീറ്റർ വരെ എത്തും. കൂറ്റൻ കപ്പലുകൾ എത്തണമെങ്കിൽ ഈ ആഴം വേണം. നിലവിൽ കൊളംബോ, സിംഗപ്പൂർ, ദുബായ് തുറമുഖങ്ങളിലാണ് മദർഷിപ്പുകൾ എത്തുന്നത്. ഇതിൽ നിന്ന് തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രാധാന്യം മനസ്സിലാകും. മുന്ദ്രയിൽ വരാത്ത കൂറ്റൻ മദർഷിപ്പുകൾക്ക് വിഴിഞ്ഞത്ത് വരാമെന്നതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മുന്ദ്രയിലെത്തുന്ന കപ്പലുകളിൽ നിന്നുള്ള ചരക്ക് നീക്കം കരമാർഗമാണെങ്കിൽ വിഴിഞ്ഞത്ത് വലിയൊരു ശതമാനവും ചരക്കും കടലിലൂടെ തന്നെ മറ്റിടങ്ങളിലേക്ക് എത്തിക്കും. വിഴിഞ്ഞം പദ്ധതി ആകെ 360 ഏക്കറിൽ ഒതുങ്ങുമെങ്കിലും ലോകോത്തര ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായിട്ടാണ് വിഴിഞ്ഞത്തെ അവതരിപ്പിക്കുന്നത്. മുന്ദ്ര